4 പതിറ്റാണ്ടോളം രുചിയൂറും ഭക്ഷണം വിളമ്പിയ രാധചേച്ചി പടിയിറങ്ങുന്നു. ചാലക്കുടി ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിലെ പാചകക്കാരി കൂടപ്പുഴ ഉള്ളാട്ടിക്കുളം വീട്ടിൽ രാധാ ശശികുമാറാണ് 38 വർഷത്തെ സേവനം അവസാനിപ്പിക്കുന്നത്. കലാഭവൻ മണിയടക്കം ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് ഉച്ചഭക്ഷണം വിളമ്പിയ ഇവർ 28-നാണ് വിരമിക്കുന്നത്. ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിലെ അധ്യാപക ദമ്പതികളായിരുന്ന ജോസഫും വത്സമയുമാണ് വീട്ടിലെ ജോലിക്കാരിയായിരുന്ന രാധയ്ക്ക് സ്കൂൾ പാചകക്കാരിയായി ജോലി നൽകിയത്. വിദ്യാർത്ഥിയായിരുന്ന കലാഭവൻ മണിയെക്കുറിച്ചുള്ള ഓർമ്മകൾ ഇപ്പോഴും രാധയുടെ മനസ്സിൽ മങ്ങലേൽക്കാതെയുണ്ട്. ആദ്യകാലത്ത് സ്കൂളിൽ അടുപ്പുകൂട്ടാൻ മണി അടുത്ത പറമ്പിൽ നിന്ന് കല്ല് ചുമന്നു കൊണ്ടുവന്നതും സ്ഥിരമായി ചോറും ചെറുപയറും കഴിക്കാനെത്തിയതും അതിൽ ചിലത്. സ്കൂൾ വിദ്യാഭ്യാസ കാലം കഴിഞ്ഞ് മണി പോയപ്പോൾ അനുജൻ രാമകൃഷ്ണനെ തന്നെ ഏൽപ്പിച്ചാണ് പോയതെന്നും രാധ പറയുന്നു. ചലച്ചിത്ര മേഖലയിൽ തിളങ്ങി നിൽക്കുമ്പോഴും ഭക്ഷണം വിളമ്പിത്തന്ന രാധേച്ചിയെ കാണാൻ മണി എത്തുമായിരുന്നു. അവസാനമായി വന്ന ദിവസം മകനും ഗായകനുമായ സുധീഷിന് ഒരു മോതിരവും സമ്മാനിച്ചു. ജീവിതത്തിന്റെ നല്ലൊരു ഭാഗം സ്കൂൾ അടുക്കളയിൽ ചിലവിട്ട രാധയ്ക്ക് ഊഷ്മളമായ യാത്രയപ്പാണ് സ്കൂൾ അധികൃതരും പൂർവ്വ വിദ്യാർത്ഥികളും ഒരുക്കിയത്. അങ്ങനെ മണി പഠിക്കുന്ന സമയത്ത് ഞാൻ ചെന്നിട്ടുള്ളൂ അവിടെ. അപ്പോൾ അടുപ്പ് കൂട്ടാൻ കല്ലുണ്ടായിരുന്നില്ല. അപ്പം മണി അപ്പുറത്തെ പറമ്പിൽ പോയിട്ട് കല്ല് ഉരുട്ടിക്കൊണ്ടുവന്നു ഇട്ട് ഹനുമാൻ മല ചോക്കണത് എങ്ങനെയാണ് കാണിച്ചു തരാൻ ചേച്ചി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കല്ലിങ്ങനെ പൊന്തിച്ച് കൊണ്ടുവന്നിട്ട് തന്നു. എന്നിട്ട് എനിക്ക് തിരിച്ച് ചോറ് തന്നാൽ മതിട്ടാന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. ഭയങ്കര ഇതാണ് ആൾക്ക്. സമരം വന്നു കഴിഞ്ഞാൽ പിള്ളേർ പോയി കഴിഞ്ഞാൽ എല്ലാവരും മണിയുടെ ഒപ്പം കുറേ കുട്ടികളുണ്ട്. അവരൊക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കണവരാ. അവർക്കൊക്കെ ഭക്ഷണം കൊടുക്കും. ബക്കറ്റൊക്കെ ഇനി കഴുകേണ്ട രാധേച്ചി മണി നക്കി തുടച്ചിട്ടുണ്ടെന്ന് പറയും. അങ്ങനെ ആയിരുന്നു. അത്രയ്ക്കും ഇതായിരുന്നു. മണി മരിക്കുന്നതിന് മുന്നേ ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. ആ മരിച്ച ഇടയ്ക്കാണ് വന്നത്. അത് കാരണം കൊണ്ട് ഭയങ്കര സ്നേഹമായിരുന്നു. അങ്ങനെ സുധീഷിനൊരു മോതിരമൊക്കെ കൊടുത്തു. പ്രിയപ്പെട്ടവർ, നമ്മുടെ ഒരു കാലഘട്ടം നമുക്കറിയാം. ഈ കാലഘട്ടത്തിനൊക്കെ മുമ്പ് നമ്മളൊക്കെ വളരെ പട്ടിണി കിടക്കുന്നൊരു സമയം. ഒരു നേരത്തെ ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ജീവിച്ചിരുന്ന ആളുകളാണ് അന്നൊക്കെ. അപ്പോൾ കറി പോലും ഉണ്ടായാലും ഭക്ഷണം പോലും ഉണ്ട്, അതിനുള്ള കറി. അപ്പോൾ ഒരു കറി ഒന്ന് പയറും ചോറ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അന്ന് വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കൂളിൽ പഠിക്കുമ്പോൾ ആ കിട്ടുന്ന ഒരു പ്രത്യേക സന്തോഷം. ചിലപ്പോൾ രാവിലെ ഭക്ഷണം കഴിക്കാതെ വരുന്ന ആളുകളൊക്കെയാണ് ഉച്ചയ്ക്കാണ് വിശപ്പ് മാറ്റുന്നത്. അത് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഉച്ചയ്ക്കുള്ള വയറ് നിറച്ചുള്ള ഭക്ഷണമാണ് പലർക്കും കഴിക്കാൻ പറ്റുള്ളൂ. അതായത് വീട്ടിൽ പോയിട്ട് പോലും അർദ്ധ പട്ടിണി കിടന്നിട്ടാണ് ഉച്ചയ്ക്കാണ് വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുന്നത്. കലാഭവൻ മണി അടക്കം അവിടെ അമ്മയുടെ ഭക്ഷണം കഴിച്ചിട്ടാണ് അതിപ്പോഴും മണി മരിക്കുന്നതിന് മുമ്പ് വരെ രാധേച്ചിനെ കുറിച്ച് ഇങ്ങനെ വളരെ വാദോരാതെ സംസാരിക്കുന്നു. ആ സ്നേഹം അദ്ദേഹത്തിൻ്റെ മകൻ സുധീഷിനോടും മണി കാണിച്ചിരുന്നു. മണി മാത്രമല്ല, ഒരുപാട് പേര് അത്രയും സ്നേഹം തന്ന അമ്മയൊക്കെ പ്രത്യേകമായിട്ട് ഞങ്ങൾ ഈ സന്ദർഭത്തിൽ നന്ദിയോടെ ഓർക്കുകയാണ്. എന്താ പറയുക, സത്യം പറഞ്ഞാൽ ഞങ്ങളുടെയൊക്കെ വീട്ടിലൊന്നും ചിലപ്പോൾ ഫുഡ് തന്നു വിടുന്ന പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാവരും ഒരു 12 മണിയാകുമ്പോൾ വിശന്ന് കാഞ്ഞ് ഓടി ചെല്ലുന്നത് കഞ്ഞിപ്പരയിലേക്കാണ്. അവിടെ ചെല്ലുമ്പോൾ ഞാൻ പോട്ട സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ചില ചേച്ചിമാർ മാറിയൊക്കെ വരാറുണ്ട്. പക്ഷേ രാധേശി ഉണ്ടെങ്കിൽ സ്വന്തം മക്കളെ വിളിക്കണ പോലെയാ, കയറി വാടാ. പിന്നെ ഞങ്ങളുടേതായ കുറേ കറികളൊക്കെ ഞങ്ങൾ തന്നെ ഇപ്പോൾ മാങ്ങയൊക്കെ പൊട്ടിച്ചിട്ട് വരും. അത് ചേച്ചി അരിഞ്ഞ് ഉള്ളിലേക്ക് ഇട്ട് ചേച്ചിയുടേതായ വെറുതെ ചേച്ചി തൊട്ടാൽ മതി. ആ ചമ്മന്തിക്ക് തന്നെ ഒരു ഭയങ്കര ടേസ്റ്റാണ്. അത് കൈപ്പുണ്യെന്നൊക്കെ തന്നെ പറയാം. ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് പയറും ചോറായിരുന്നു. പിന്നെ ഇടയ്ക്ക് കടല ഉണ്ടാവും. ചില സമയത്ത് ചേച്ചിയുടെ വീട്ടിൽ നിന്ന് തന്നെ കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുവരും. അപ്പോൾ പയറാണെങ്കിൽ കായ അരിഞ്ഞ് വിടും. അപ്പോൾ ഞങ്ങൾ ചോദിക്കും, ഇതൊക്കെ ഉണ്ടാവും ചേച്ചി ചോദിക്കും. ഒന്നുമില്ലടാക്കെ ഞാൻ കൊണ്ടുവന്നതാ. ആ ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സംഭവമാണ്. കണ്ണു നിറഞ്ഞു പോകും. പിന്നെയെന്ന് പറഞ്ഞാൽ വീട്ടിലും സ്കൂളിൽ നിന്നുള്ള ഒരു മെൻറ്റാലിറ്റിയിലല്ല നിൽക്കണേ. കാരണം നമ്മുടെ അമ്മ അവിടെ ഉണ്ട്. ഞങ്ങളിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ചെന്നാലും ചേച്ചി ചിലപ്പോൾ സാധനം എടുത്ത് വെക്കുകയാണെങ്കിൽ ചിലപ്പോൾ കുറച്ച് ചേച്ചി വീട്ടിലേക്ക് ബാലൻസ് ഒന്നും എടുത്ത് വെച്ചിട്ടുണ്ടാവും. അതായിരിക്കും ഞങ്ങൾക്ക് എടുത്ത് തരാം. അതിലൊരു മടി കാണിക്കില്ല. ആടാ അത് കഴിച്ചിട്ട് പോയാൽ മതി, നിങ്ങൾ വന്നാലേ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും കൂടി ചിലപ്പോൾ കുറച്ച് ചോറുണ്ടെങ്കിൽ അതിൽ കുറേ കഞ്ഞിവെള്ളം ഒഴിച്ച് കുറേ കൂടി 3-4 പേർക്ക് കഴിക്കാവുന്ന രീതിയിലാക്കി തരുന്ന ഒരമ്മയാണ് ഞങ്ങളുടെ രാധേശി.